ആറ്റുകാൽ പൊങ്കാല ഇന്നാണ്, നേരത്തെ തന്നെ പറഞ്ഞല്ലോ, രാവിലെ 9:15 പുണ്യാഹത്തോടെ ചടങ്ങുകൾ ആരംഭിക്കുക. ഉച്ചയ്ക്ക് 2:15 ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പൊങ്കാല നിവേദ്യമുണ്ടാവുക. 350 പൂജാരിമാരെ നിവേദ്യത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു പ്രത്യേകത, ഇന്ന് ചന്ദ്രഗ്രഹണം കൂടിയാണ്. അതുകൊണ്ട് വൈകിട്ട് 3:10 മുതൽ രാത്രി 7 വരെ നട അടയ്ക്കും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ശേഷം 10:45 പുറത്തെഴുന്നള്ളിപ്പ് ഉണ്ടാവുക. ക്ഷേത്രമുറ്റത്ത് നിന്ന് ഇപ്പോൾ സനിസയുണ്ട്. അപ്പം കിഴക്കേക്കോട്ടയിൽ നിന്ന് അർജുൻ, ഗ്രൗണ്ടിൽ നിന്ന് ദേവൻ, പാളയം പള്ളിയിൽ നിന്ന് ബിനിൽ എന്നിവരാണ് ചേരുന്നത്. പാളയം പള്ളിയുടെ പരിസരത്ത് നിന്ന് ബിനിലാണ് ഇപ്പോൾ ആദ്യം നമുക്കൊപ്പം ചേരുന്നത്. ബിനിൽ, തയ്യാറെടുപ്പുകളും അതിനുവേണ്ട ഒരുക്കങ്ങളുമൊക്കെ സജീവമാകുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം പാളയം ഇമാമിൻ്റെ ഖുത്ബ അതിങ്ങനെ വ്യാപകമായി പ്രചരിച്ച് വൈറലായത്. എങ്ങനെയാണ് കേരളം ഇത്തരമൊരു ഉത്സവത്തെയും ആഘോഷത്തെയും ഒക്കെ വരവേൽക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ ചിത്രം കൂടിയായി, പ്രത്യേകിച്ച് കേരള സ്റ്റോറിയുടെ പശ്ചാത്തലത്തിലൊക്കെ. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പാളയം ഇമാമിൻ്റെ ഒരു പ്രസംഗം, ഖുതുബ, വലിയ വൈറലായ സമൂഹ മാധ്യമങ്ങളിൽ. ഇതാണ് റിയൽ കേരള സ്റ്റോറി, ഇതാണ് എന്നാണ് അത് ആ രീതിയിലാണ് പ്രചരിച്ചത്. ഇപ്പോൾ നമുക്കൊപ്പം ഇമാം തന്നെയുണ്ട്. പ്രസംഗം വലിയ വൈറലായിട്ട് കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ പാളയം? ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെ ഈ പൊങ്കാലയ്ക്ക് വരുന്ന സഹോദരിമാരെ, അവരെ ഈ നഗരം മൊത്തത്തിൽ ഒരു അതിഥികളായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വിശ്വാസങ്ങൾ വ്യത്യസ്തമാണെങ്കിലും നമ്മുടെ നഗരത്തിൻ്റെ അതിഥികൾ എന്ന നിലയ്ക്ക് അവർക്ക് ധാരാളം അവകാശങ്ങളും ആതിഥേയർ എന്ന നിലയ്ക്ക് നമുക്ക് ബാധ്യതകളുമുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ ഈ സഹോദരിമാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം എല്ലാ കൊല്ലവും ഏർപ്പെടുത്താറുണ്ട്. ഈ വർഷവും വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ശുചിമുറി, അതൊക്കെ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് റിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശുചിമുറിയും അതുപോലെ തന്നെ ടോയ്ലറ്റും എല്ലാം. വിശ്രമിക്കാൻ വേണ്ടി അവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു പന്തൽ സംവിധാനിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ്. സാധാരണ കമ്മ്യൂണിറ്റി ഹാളിലാണ് വിശ്രമിക്കാറുള്ളത്. ഈ വർഷം കമ്മ്യൂണിറ്റി ഹാളിൽ ഈ നോമ്പുതുറ കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ, അവിടെയൊക്കെ ചെയർ നിരത്തിയിട്ടുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു പന്തലിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ അവർക്ക് കുടിവെള്ള സൗകര്യം, പള്ളിയിൽ നിന്ന് അവർക്ക് യഥേഷ്ടം പള്ളിയിൽ നിന്ന് കുടിവെള്ളം ശേഖരിക്കാനുള്ള സൗകര്യവും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം എല്ലാ വർഷവും പാളയം ഇമാമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ചെറിയ സാങ്കേതിക തടസ്സം അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും നഗരം ഒരുമിച്ചാണ് ചെയ്യുന്നത്. ധാരാളം ആളുകൾ ഒത്തുകൂടുന്ന ഒരു ഇടം, അതും വിശ്വാസികളായ ആളുകൾ അവരുടെ വിശ്വാസ നിർവൃതിക്കായി അവിടെ ഒത്തുചേരുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്ക് തിരുവനന്തപുരം നഗരം എല്ലാ കാലത്തും ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്ന മുഴുവൻ പേരെയും വരവേറ്റിട്ടുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേത്രമുറ്റത്ത് നിന്ന് സനിസയും, കിഴക്കേക്കോട്ടയിൽ നിന്ന് അർജുനും, ഗ്രൗണ്ടിൽ നിന്ന് ദേവനും, പാളയം പള്ളിയിൽ നിന്ന് ബിനിലുമാണ് നമുക്കൊപ്പം ഈ ആറ്റുകാൽ പൊങ്കാല റിപ്പോർട്ട് ചെയ്യാൻ ചേരുന്നത്. സനിസയിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ പോകുന്നു. സനിസ, 9:15 പണ്ടാര അടുപ്പിൽ തീ പകരുക. അവിടുത്തെ തയ്യാറെടുപ്പുകളൊക്കെ ഏത് ഘട്ടത്തിലാണ്? മാത്രമല്ല, ഭക്തർ ഇത്തവണ കൂടുതൽ എത്തുന്നു എന്നുള്ള ഒരു വിവരമാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ത്രീകൾ ധാരാളമായി എത്തിച്ചേരുന്നു എന്ന്. എന്താണ് വിവരങ്ങൾ? അതേ, ഹർഷൻ പറഞ്ഞത് ശരിയാണ്. ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇപ്രാവശ്യം ഇവിടേക്ക് എത്തിച്ചേർന്നത്. കൂടാതെ മറ്റൊരു പ്രത്യേകതയുമുണ്ട്. പൗർണമി നാളും പൂരം നാളും കുംഭമാസത്തിൽ ഒത്തുചേരുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ വർഷത്തെ പൊങ്കാലയ്ക്കുണ്ട്. 9:15 കൂടി തന്നെ ശുദ്ധ പുണ്യാഹ ചടങ്ങോടുകൂടി പൊങ്കാലയ്ക്ക് തുടക്കമാകും. ആ സമയത്ത് തന്നെ ആയിരിക്കും തോറ്റപ്പാട്ടുകാർ ഈ കണ്ണകി ചരിതമടക്കം ഈ പാണ്ഡ്യവധം തോറ്റപ്പാട്ടുകാർ പാടുക. ആ സമയത്തോടു കൂടി ഈ പാണ്ഡ്യരാജാവിന്റെ വധം, ആ തോറ്റംപാട്ടിൽ ആ വധത്തിന്റെ ഭാഗം എത്തുമ്പോൾ 9:45 കൂടി തന്നെ അടുപ്പുവെട്ട് ചടങ്ങ് തുടങ്ങും. അതിനുശേഷം ഈ തന്ത്രിയുടെ നേതൃത്വത്തിൽ മേൽശാന്തി ശ്രീകോവിലിൽ ദീപം തെളിക്കും. ദീപം ക്ഷേത്ര തിടപ്പള്ളിയിൽ ആദ്യഘട്ടത്തിൽ കത്തിക്കും. ശേഷം അവിടെയുള്ള പൊങ്കാല അടുപ്പിലേക്ക് ഈ ദീപം പകരുന്നതായിരിക്കും. ശേഷമായിരിക്കും സഹമേൽശാന്തിക്ക് ഈ ദീപം കൈമാറുക. ഈ കൈമാറിയ ദീപം വലിയ തിടപ്പള്ളിയിലും ശേഷം ഈ നമ്മുടെ
ക്ഷേത്രമുറ്റത്തുള്ള ഈ പണ്ടാര അടുപ്പിലേക്കും പകരും. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച തിരുവനന്തപുരം ഒരു യാഗശാലയായി മാറുന്നതായിരിക്കും. എല്ലാ വീഥികളിലും ഈ അടുപ്പുകളായിരിക്കും, പൊങ്കാല അടുപ്പുകളിലായിരിക്കും, ഇടറോഡുകളിലും റോഡുകളിലും എല്ലായിടത്തും, തിരുവനന്തപുരത്തിന്റെ എല്ലായിടത്തും ഇത്തരത്തിൽ പൊങ്കാല അടുപ്പുകൾ നമുക്ക് കാണാം. അതിൽ ഏറ്റവും സന്തോഷിക്കുന്നവർ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ തന്നെ പൊങ്കാലയിടാൻ കഴിയുന്നവരാണെന്ന് പറയാം. നമുക്ക് ഓരോ ഭക്തരിലും ആ ഒരു സന്തോഷവും സംതൃപ്തിയും കാണാൻ കഴിയും. പല വിധത്തിലുള്ള നിവേദ്യങ്ങളാണ് അവർ ദേവിക്ക് സമർപ്പിക്കുന്നത്. അതിൽ തെരളിയുണ്ട്, മണ്ടപ്പുറ്റുണ്ട്, പായസമുണ്ട്, ചോറുണ്ട്, പലവിധ വികാരങ്ങളും ഇതിന്റെ ഒക്കെ പുറകിലുണ്ട്. രോഗശാന്തിക്ക് വേണ്ടി, രോഗമുക്തിക്ക് വേണ്ടി നിവേദ്യം സമർപ്പിക്കുന്നവരുണ്ട്. കൂടാതെ കുട്ടികൾ ഉണ്ടാകാൻ, അല്ലെങ്കിൽ മുൻപ് അവർ കഴിഞ്ഞ പൊങ്കാലയ്ക്ക് അവർ എന്തെങ്കിലും ദേവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ നന്ദി സൂചകമായി നിവേദ്യം അർപ്പിക്കുന്നവരുണ്ട്. വർഷാവർഷങ്ങളിൽ എല്ലാ തരത്തിലുള്ള നിവേദ്യവും അർപ്പിക്കുന്നവരുണ്ട്. വർഷാവർഷക്കാലം ദേവിയെ കാണാനും നിവേദ്യം അർപ്പിക്കാനും വേണ്ടി 8 ദിക്കുകളിൽ നിന്നും സ്ത്രീജനങ്ങൾ ഒഴുകിയെത്തുന്ന, സ്ത്രീകളുടെ ശബരിമല എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരിടമാണ് ആറ്റുകാൽ പൊങ്കാല. കൂടാതെ ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളുമായി വളരെ അടുത്തു നിൽക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് കണ്ണകിയുടെ ഒരു ചരിത്രം തന്നെയാണ്. കണ്ണകിയുടെ ഭർത്താവിനെ പാണ്ഡ്യരാജാവ് വധിക്കുന്നു. ആ ഒരു കോപാഗ്നിയിൽ മധുരയാകാതെ കണ്ണകി കത്തിക്കുന്നു. തിരിച്ച് കണ്ണകി അതേ കോപത്തോടെ ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ സ്ത്രീകൾ ഭക്തിപൂർവ്വം കണ്ണകിയെ നിവേദ്യം അർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു എന്ന ഒരു ഐതിഹ്യം ഇതിന് പിന്നിലുണ്ട്. മറ്റൊന്ന് മഹിഷാസുര വധമാണ്. അതും ഒരു വധവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ കോപത്തിൽ നിന്നാണ് അത്തരം ഒരു കാര്യവും ആ ഒരു ഐതിഹ്യവും വരുന്നത്. മഹിഷാസുരനെ വധിച്ച് അത്രയും കോപത്തിൽ നിൽക്കുന്ന അമ്മയെ ഇവിടുത്തെ സ്ത്രീകൾ ഭക്തിയോടെ പൂജിച്ച് നിവേദ്യം അർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു എന്നതാണ് ആ ഒരു ഐതിഹ്യത്തിലും പറയുന്നത്. അത്തരത്തിൽ കോപത്തോടെയുള്ള അമ്മയെ സ്വീകരിച്ച ഒരു ഐതിഹ്യമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ളത്. സ്ത്രീകളാണ് അമ്മയെ സ്വീകരിച്ചത്. ആ അമ്മയോട് തന്റെ ദുഃഖങ്ങളൊക്കെ പറയാനാണ് ഈ ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നത്. തിരുവനന്തപുരത്തേക്ക് ഓരോ വർഷവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒഴുകിയെത്തുന്നത് അത്തരത്തിലാണ്. ഭക്തിസാന്ദ്രമാണ് ആറ്റുകാൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. നേരത്തെ നമ്മൾ ഇമാം പറയുന്ന വാക്കുകൾ കേട്ടു. വ്യത്യാസങ്ങളില്ല, വിവേചനമില്ല. ഇവിടെ ഭക്തിസാന്ദ്രമാണ്. നിവേദ്യം അർപ്പിക്കാൻ വേണ്ടി ഈ 2:15 കൂടി തന്നെ ഈ നിവേദ്യം അടച്ചു വെച്ച് ആ സമയത്ത് നിവേദ്യം അർപ്പിക്കാനുള്ള ചടങ്ങുകളൊക്കെ തുടങ്ങും. 350 പൂജാരികൾ വിവിധയിടങ്ങളിൽ നിവേദ്യം അർപ്പിക്കും. ആദ്യം ക്ഷേത്രത്തിൽ തന്നെ ആയിരിക്കും നിവേദ്യം അർപ്പിക്കുക. അമ്മയ്ക്ക് തന്നെ ആയിരിക്കും ആദ്യം നിവേദ്യം അർപ്പിക്കുക. അത്തരത്തിൽ ചടങ്ങുകൾ ഇന്ന് പൗർണമി ദിനമായതുകൊണ്ട് തന്നെ 3:10 മുതൽ 7 മണി വരെ ക്ഷേത്രം അടച്ചു വയ്ക്കും. അതിനുശേഷമായിരിക്കും മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുക. കൂടാതെ ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ബാലികമാരുടെ താലപ്പൊലിയുണ്ട്, കുത്തിയാട്ടമുണ്ട്. അങ്ങനെ ഒരുപാട് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഉള്ള ഒരു 10 ദിവസം നീളുന്ന ഒരു മഹോത്സവം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല. അതിന്റെ 9ാമത്തെ ദിവസമാണ് ഇന്ന് നാം നിൽക്കുന്നത്. ഇന്നാണ് പൗർണമിയും പൂരവും ഒത്തുചേരുന്ന ആ ദിവസം. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം. ആറ്റുകാലിൽ ഓരോ ഭക്തജനവും എത്തിച്ചേർന്നത് അമ്മയോട് തന്റെ എല്ലാ വിഷമങ്ങളും പറയാൻ വേണ്ടി എത്തിച്ചേരുന്ന ദിവസം. അത്രയും ഭക്തിസാന്ദ്രമാണ് ഇവിടെ, അത്രയും ഭക്തിസാന്ദ്രമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ ഓരോന്നായിട്ട് ആരംഭിക്കുന്നതായിരിക്കും. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എല്ലായിടത്തും പൊങ്കാല അടുപ്പുകളിൽ നിന്ന് പുക ഉയരുന്നതായിരിക്കും. ആ ഒരു ഭക്തിപൂർണമായിട്ടുള്ള കാഴ്ചയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അല്പസമയം കൂടിയേ ഉള്ളൂ ഈ ചടങ്ങുകളൊക്കെ തുടങ്ങാൻ. ഹർഷൻ. റൈറ്റ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് അർജുനുണ്ട്, ഗ്രൗണ്ടിൽ നിന്ന് ദേവനുണ്ട്. അവരെല്ലാവരും ചേരുന്നു. അർജുനിലേക്ക് ഒരിക്കൽ കൂടി. അർജുൻ, അവിടെ ഈ ഗ്രൗണ്ടിലാണ് ഏറ്റവും കൂടുതൽ, അല്ല, കിഴക്കേക്കോട്ടയിലാണ് ഏറ്റവും കൂടുതൽ ഒരു ട്രാഫിക് ഉണ്ടാകുന്ന സ്ഥലം, ഏറ്റവും തിരക്കുണ്ടാവുന്ന സ്ഥലം. അവിടുത്തെ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഏത് രീതിയിലാണ്? വലിയ സങ്കീർണമായ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ട കരുതലുകളൊക്കെ ഉണ്ടോ? ഹർഷൻ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ മുൻവശത്ത് ആണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ട്രാഫിക്കും ഏറ്റവും കൂടുതൽ ഭക്തരൊക്കെ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി വരുന്നത്. ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് തൊട്ട് മുൻപായി എല്ലാവരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുത് വരുന്നതാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം. ആ കോട്ടയ്ക്കകത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ, വലിയ തിരക്ക് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഭക്തർ തൊഴുത് പത്മനാഭ ക്ഷേത്രത്തിൽ തൊഴുത് തിരിച്ച് മടങ്ങി വരുന്നു. അതിനുശേഷം പൊങ്കാല അർപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ 2 പ്രാർത്ഥനകളുണ്ട്. ഒന്ന്
പത്മനാഭ ക്ഷേത്രത്തെ പത്മനാഭന സ്വാമിയെ കാണാം എന്നുള്ളത്, രണ്ടാമത്തേത് പൊങ്കാല അർപ്പിച്ച് ആറ്റുകാൽ അമ്മയോട് പ്രാർത്ഥിക്കാമെന്നുള്ള രണ്ട് തരത്തിൽ ഉണ്ട്. എന്തായാലും നേരത്തെ സനിസ പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും ആളുകളുടെ വിശ്വാസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അതേസമയത്ത് ബിരൽ സാബു കേരളത്തിൻ്റെ ഒരു സ്റ്റോറി എന്ന നിലയ്ക്കൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു മതേതരമായിട്ടുള്ള സ്വഭാവം കൂടി ഉള്ള ഉത്സവം എന്ന നിലയ്ക്ക് കൂടി ആറ്റുകാൽ പൊങ്കാല ശ്രദ്ധേയമാണ്. എല്ലാ മനുഷ്യരും ഈ ആറ്റുകാൽ പൊങ്കാലയിൽ ഇവരോട് സഹകരിക്കുന്നു, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നു. ഇന്നലെ വിവിധ കമ്മിറ്റികളുടെയൊക്കെ ഗാനമേളകൾ അവർ ഈ DJ പോലുള്ള പാട്ടുകളൊക്കെ വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ എല്ലാ വിഭാഗം ആളുകളുടെയും പാട്ടുകൾ പാടുന്നു. അങ്ങനെ ഒരു മതേതരമായിട്ടുള്ള യേശുവിൻ്റെ ഗാനമൊക്കെ പാടുന്ന ഏറ്റവും മതേതരമായിട്ടുള്ളൊരു സ്വഭാവം എന്ന നിലയ്ക്ക് കൂടി ആറ്റുകാൽ പൊങ്കാല ശ്രദ്ധേയമാണ്. എന്തായി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? ഇല്ല, ഒരുങ്ങണേ ഉള്ളു, ഉണ്ടാക്കണേ ഉള്ളു. മണ്ടപുറ്റും നിരലൊക്കെ ഉണ്ടാക്കി തുടങ്ങിയുള്ളൂ. ഇവിടെ എവിടുന്നാ വരുന്നത്? എവിടുന്നാ? മംഗലാപുരം ആറ്റിങ്ങിന്. തിരുവനന്തപുരത്ത് തന്നെയാണ്? എല്ലാ വർഷവും വരാറുണ്ടോ? ഉണ്ട്. ഈ പത്മനാഭ ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെയാണോ എല്ലാ വട്ടവും? ഇല്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോ പത്മനാഭ സ്വാമിയും കൂടെ ഒന്ന് തൊഴാൻ പറ്റിയല്ലേ? കേറാൻ പറ്റിയില്ല. സ്വാമിയുടെ അടുത്തേക്ക് പോവാം. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോവാം. ഉണ്ടാക്കുന്നത് മണ്ടപ്പുറ്റ്, ഇനി തെരളി ഉണ്ട്. അത് ഐശ്വര്യമാണ്. ആ കറക്റ്റ് സമയമാകുമ്പോൾ നമുക്ക് ഇവിടെ വന്നേ പറ്റും. എത്ര വർഷമായിട്ട് വരുന്നുണ്ട്? ഒരു 10-20 വർഷം കൊണ്ട് തുടരെ വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം വരാതേ ഉള്ളൂ. നമുക്ക് വിശ്വാസമാണ്. എന്താണ് അമ്മയോടുള്ള പ്രാർത്ഥന? എന്താണ് പ്രാർത്ഥന? നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നമുക്ക് ഫലിക്കും. നമുക്കത് അതിനുള്ള ഇത് എണ്ണം കിട്ടും. അതുകൊണ്ട് നമുക്ക് ഓരോ പ്രാവശ്യവും വരണം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. എല്ലാ വർഷവും ഒരു കാത്തിരിപ്പുണ്ടല്ലോ ഇങ്ങോട്ട് വരാൻ? ഉണ്ടെന്നാ ആ ഒരു തീയതി നമ്മൾ നോക്കിയിരിക്കുകയാണ് ചെയ്യണത്. എല്ലാവർക്കും ഓരോ പ്രാർത്ഥനയാണ് ഹർഷൻ. ഇങ്ങനെ വരിക, എല്ലാ വർഷവും കാത്തിരിക്കുകയാണെന്നാണ് അമ്മ പറഞ്ഞത്. എവിടെ നിന്നാ വരുന്നത്? നെടുമങ്ങാട്. തിരുവനന്തപുരത്തുള്ള ആളുകൾ തന്നെയാണ്. എത്ര വർഷമായിട്ട് വരുന്നുണ്ട്? ഞാൻ എൻ്റെ 13 വയസ്സ് തൊട്ട് വരാൻ തുടങ്ങിയത്. എപ്പോഴും വന്നോണ്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. ക്ഷേത്രത്തിലും പോകും. ഇവിടെ തന്നെയാണോ എല്ലാ വർഷവും? ഇവിടെ തന്നെയാണ് ഇരിക്കുക? അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ചേച്ചി കുറെ വർഷമായിട്ട് വരാറ്? ചേച്ചിക്കൊപ്പം തന്നെയാണ് വരുന്നത്. ഇവിടെ അമ്പലത്തിൽ കയറി? ഈ അമ്പലത്തിൽ കയറിയില്ല, ഗണപതി ക്ഷേത്രത്തിൽ പോയി, അവിടെ പോയി. ഒക്കെ കഴിഞ്ഞു. അതെ, തെരളി ഉണ്ടാക്കി കഴിഞ്ഞു, മണ്ടപ്പൂറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. അർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കും. അതെ. ഇന്ന് തൊഴുതിട്ടൊക്കെ അല്ലേ പോകുള്ളൂ? അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് പോകാൻ പറ്റൂല. ബസ് കിട്ടുന്നില്ല, ഒരുപാട് ദൂരം നടക്കണ്ടേ, ഒന്നും പറ്റൂല. നമ്മളല്ലാത്ത ഒരു ദിവസം പോകും. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മണ്ടപ്പുറ്റും തെരളിയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി പൊങ്കാല അർപ്പിക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് പോകുകയാണ്. ഒരു 10 മണിയോട് കൂടി ആ ചടങ്ങുകളിലേക്ക് കടക്കും. അങ്ങനെ വലിയ വിശ്വാസവും വലിയ പ്രാർത്ഥനയും ഒക്കെ ആളുകൾക്ക് ഉള്ള ഒരു ഉത്സവം എന്ന നിലയ്ക്ക് തന്നെ ആറ്റുകാൽ പൊങ്കാല ശ്രദ്ധേയമാണ്. ഇത് കോട്ടയ്ക്കകത്തേക്കുള്ള വഴിയാണ്. അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശം കൂടിയാണ്. നേരെ ചെന്ന് കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശം. അപ്പോൾ അവിടേക്ക് കൂടി പോയി തൊഴുത് വരാം എന്ന നിലയ്ക്ക് കൂടി ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിനുശേഷം തൊഴുതിന് ശേഷം ആറ്റുകാൽ അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കാം എന്ന നിലയ്ക്കൊക്കെ വലിയ വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമായി അർജുനാണ് അവിടെ കിഴക്കേക്കോട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഗ്രൗണ്ടിൽ നിന്ന് ദേവൻ കൂടിയുണ്ട്. ദേവൻ, ഏറ്റവും അധികം ആളുകൾ ഒരുമിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് ഗ്രൗണ്ട്. എന്താണ് അവിടെയുള്ള തയ്യാറെടുപ്പുകൾ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഹർഷൻ, ഭക്തലക്ഷങ്ങൾ പ്രാർത്ഥനാ പുണ്യം തേടി എത്തുന്ന ആറ്റുകാലിലേക്ക് എത്തുന്ന ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ചും ഹർഷൻ പറഞ്ഞതുപോലെ തന്നെ ഈ ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല ദിവസം എത്തുമ്പോൾ അത് ഏറ്റവും അടുത്ത് തന്നെ, ക്ഷേത്രത്തിനോട് ഏറ്റവും അടുത്ത് തന്നെ അവർക്ക് പൊങ്കാലയിടാൻ കഴിയുക എന്നുള്ളത് വലിയ ഭാഗ്യമായി കരുതുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസം മുൻപേ തന്നെ ഈ ക്ഷേത്ര കോമ്പൗണ്ടിന്റെ പരിസരത്തേക്ക് എത്തിക്കും. ഇവിടെ അടുപ്പുകൾക്ക് സമീപം തന്നെ അവരവിടെ 2 ദിവസം തന്നെ തങ്ങുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ രാവിലെ പല ആൾക്കാരോടും സംസാരിച്ചപ്പോഴത്തേക്കും ഇത്തരത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി ഈ പറയുന്ന പോലെ 2 ദിവസം മുൻപേ തന്നെ
തന്നെ ഇവിടെ എത്തിക്കൊണ്ട് ഈ അടുപ്പ് പിടിച്ച് അതിൻ്റെ ചുറ്റുവട്ടം തന്നെ നിന്നുകൊണ്ട് 2 ദിവസവും ക്ഷേത്രത്തിൽ തൊഴുത് ഈ പൊങ്കാലയ്ക്ക് തലേ ദിവസമുള്ള ക്ഷേത്രത്തിലെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ട് അങ്ങനെയാണ് അവർ കഴിയുന്നത് ഈ 2 ദിവസവും. പ്രത്യേകിച്ചും ഈ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെ അവരെ ഒരു ആതിഥ്യ മര്യാദയോടുകൂടി സ്വീകരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി തിരുവനന്തപുരത്തുകാർ ഈ പൊങ്കാലയോടനുബന്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ സ്ത്രീകളുടെ ശബരിമലയെന്നും സ്ത്രീകളുടെ ഉത്സവമെന്നും എല്ലാം നമ്മൾ ആറ്റുകാൽ പൊങ്കാലയെ പറയുമ്പോൾ പോലും ഈ പൊങ്കാലയ്ക്ക് തലേ ദിവസം നമ്മൾ നഗരത്തിലെ പല ഭാഗത്തൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തലക്ഷങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരം നഗരം ഒരുങ്ങുന്നത് അതൊരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ചും ഈ പൊങ്കാല ദിവസം ഇന്ന് രാവിലെ ഇപ്പോൾ മുതൽ ഈ ഭക്തജനങ്ങൾക്ക് അവർക്ക് വേണ്ട കുടിവെള്ളവും ഭക്ഷണങ്ങളും എല്ലാം തന്നെ ഈ നിരത്തുകളിലെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ടായിരിക്കും. ആ ഒരുക്കങ്ങൾക്കെല്ലാം പിന്നിൽ വലിയൊരു ജനക്കൂട്ടത്തെ കാണാൻ കഴിയും. അത് ഈ സന്നദ്ധ സംഘടനകളുടെയും ഒപ്പം തന്നെയും റെസിഡൻസ് അസോസിയേഷന്റെ എല്ലാം നേതൃത്വത്തിലായിരിക്കും ആ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുക. കൂടുതലും ക്ഷേത്ര കോമ്പൗണ്ടിന്റെ പരിസരത്തെല്ലാം തന്നെ രാവിലെ 4 മണി മുതൽ തന്നെ ഈ അടുപ്പുകളുടെ സമീപം എല്ലാം തന്നെ ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്നത് പോലെ ആദ്യം എന്ന് പറയുന്നത് ഈ പൊങ്കാലയ്ക്ക് ആദ്യം ഈ പറയുന്ന പോലെയും നേരത്തെ സൈനിക സൂചിപ്പിച്ചതുപോലെ തന്നെ പായസമുണ്ട്, ഒപ്പം തന്നെ മണ്ടപ്പുറ്റ്, തെരളി അങ്ങനെയുള്ള നിവേദ്യങ്ങളെല്ലാം തന്നെയാണ് പ്രധാനമായും അർപ്പിക്കുന്നത്. അപ്പോൾ ഈ ആദ്യ മണിക്കൂറുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഈ തെരളിയപ്പവും ഒപ്പം തന്നെ മണ്ടപ്പുറ്റും ഒക്കെ തന്നെ ഉണ്ടാക്കും. അതിനുശേഷമായിരിക്കും ഈ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പായസത്തിന്റെ അതിന്റെ നിർമ്മാണത്തിന്റെ ആവശ്യങ്ങളിലേക്ക് കിടക്കുന്നത്. ഇപ്പം എന്നോടൊപ്പം ഒരാളുണ്ട്. ഇത് വളരെ പ്രത്യേകതയുണ്ട്. കാരണം വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഏകദേശം 21 കലത്തിലാണ് പൊങ്കാല ഇടുന്നത് അല്ലേ? 21 കലത്തിൽ പൊങ്കാല ഇടുന്ന നേർച്ചയാണോ? നേർച്ച ഈ വർഷം ഇപ്പൊ 15ാമത്തെ വർഷമാണ്. ഈ വർഷം വന്നപ്പോൾ 21 കാലം പൊങ്കാല അർപ്പിക്കാനാണ് വന്നത് വയനാട് ബത്തേരിന്ന്. വയനാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം എത്തിയായിരുന്നോ? ഇല്ല, ഞങ്ങൾ 28-ന് അവിടെ നിന്ന് പോന്നു. ഇത്രയും ദിവസം 4 ദിവസം പകല് മുഴുവൻ ഇവിടെ നിൽക്കും. രാത്രി 12 മണിയാകുമ്പോൾ റൂമിൽ പോകും. പിന്നെ വെളുപ്പിന് 5 മണിയാകുമ്പോൾ വരും. പായസം മാത്രമല്ല ഇതിപ്പം ഉണ്ടാക്കുന്നത് മണ്ടപ്പുറ്റ്, പിന്നെ തെരളിയുണ്ട്, പിന്നെ പായസമുണ്ട്, പിന്നെ നിവേദിച്ചോറുണ്ട്. മണ്ടപ്പുറ്റ് ആറ്റുകാൽ അമ്മയുടെ ഒരു ഇഷ്ട നിവേദ്യമാണെന്നാണ് പറയുന്നത്. അതെ, നമുക്ക് തലവേദന അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറ്റിത്തരും. നല്ല വിശ്വാസമാണ്. കുടിവെള്ളം കൊടുക്കണമെന്ന് 300 ജനങ്ങൾക്ക്. അത്തരത്തിൽ ഓരോ വിശ്വാസവും ഈ പറയുന്നത് പോലെ തന്നെ പൊങ്കാല പായസം അർപ്പിക്കുന്നതിലും ഒപ്പം തന്നെയും ഈ മണ്ടപ്പുറ്റ് നിവേദ്യം ഇതെല്ലാം തന്നെയും ദേവിക്ക് അർപ്പിക്കുന്നതിലെല്ലാം തന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. ഈ കാര്യസിദ്ധി എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് ലഭിക്കുന്നു. അത്തരത്തിലുള്ള പല വിശ്വാസങ്ങളുടെ ആ പ്രാർത്ഥനകളും ഒക്കെ ആയിട്ടാണ് ഈ ലക്ഷങ്ങളെല്ലാം തന്നെ ഭക്തജനങ്ങളെല്ലാം തന്നെ ആറ്റുകാൽ അമ്മയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഏതായാലും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 9:45 തന്നെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നതിന് ശേഷം ഇന്ന് അപ്പോൾ 2:15 തന്നെ നിവേദ്യം അർപ്പിച്ചുകൊണ്ട് തന്നെ പൊങ്കാല ചടങ്ങുകൾക്ക് പരിസമാപ്തിയാവുകയും ചെയ്യും. ഹർഷൻ. റൈറ്റ്, ദേവൻ ആണ് വിവരങ്ങൾ നൽകിയത് ഗ്രൗണ്ടിൽ നിന്ന്. എന്തായാലും ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു 25 വർഷത്തെ പരിണാമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൗതുകകരമാണ്. കാരണം ആദ്യഘട്ടത്തിലൊക്കെ അവിടെ ഈ സാധാരണ ചെളി ഇഷ്ടിക കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഈ അടുപ്പൊരുക്കിയിരുന്നത്. അപ്പോൾ ആ നഗരത്തിൽ മുഴുവൻ അങ്ങനെയുള്ള ചെളിക്കട്ടകൾ കൊണ്ടുവച്ച് ഈ ഇത് നടത്തും. അപ്പോൾ അത് ചുട്ടെടുത്ത കട്ടകളല്ല. അതുകൊണ്ട് തന്നെ എന്താണ് വളരെ പെട്ടെന്ന് തന്നെ അതങ്ങ് പൊടിഞ്ഞു പോകും. ഈ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് ഇതങ്ങ് പൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസത്തേക്ക് ആ നഗരത്തിൽ ഇങ്ങനെ പൊടിയുടെ പൂരമാണ്. ഓരോ KSRTC ബസ്സും ഇടത്തോട്ടും വലത്തോട്ടും പോകുമ്പോൾ ആ പ്രദേശം മുഴുവൻ ഇങ്ങനെ പൊടിയിൽ അമരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പിന്നെ പതുക്കെയാണ് അതിന് മാറ്റം ഉണ്ടാകുന്നത്. കോർപ്പറേഷൻ കൃത്യമായി ഇടപെടുന്നു. അവിടെ ഈ ഇത്തരത്തിൽ ചുട്ടെടുത്ത ഇഷ്ടികകൾ തന്നെ വേണം കൊണ്ടുവെക്കാൻ. മാത്രമല്ല അത് കൃത്യമായി ഈ പൊങ്കാല നിവേദ്യം അർപ്പിച്ചതിന് തൊട്ട് പിന്നാലെ കോർപ്പറേഷൻ തന്നെ അതെല്ലാം നീക്കം ചെയ്യുന്നു. അർദ്ധരാത്രിയോടെ ആ രാത്രി ഇരുണ്ട് വെളുക്കുമ്പോഴേക്ക് ഇത്രയും വലിയൊരു പരിപാടി നടന്ന, ഇത്രയും വലിയ ലക്ഷങ്ങൾ ഇങ്ങനെ ഒത്തുചേർന്ന ഒരു നഗരമാണ് എന്ന് തോന്നാത്ത തരത്തിൽ അതിൻ്റെ എല്ലാ അടയാളങ്ങളും വായിച്ചുകൊണ്ട് ആ നഗരം സാധാരണ രീതിയിലേക്ക് പ്രവർത്തിച്ചു തുടങ്ങുന്ന രീതിയിലേക്ക് മാറുന്നു. ഇതൊക്കെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്കാണ് ആ നിലയ്ക്കുള്ള മാറ്റം വളരെ കൃത്യമായി സംഭവിച്ചത്. അതിന്